അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ഹിന്ദിയിലെ ഒന്നാമത്തെ പാഠം കക്കു എന്നാണ്. കക്കു ചെറിയൊരു കവിതയാണിത്. നോക്കിക്കോ. കക്കു അതായത് സ്കൂളിലെ 3ാം ക്ലാസ്സിലേക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റാണല്ലോ നമ്മുടേത്. അപ്പോൾ ആ രീതിയിലുള്ള കവിതയായിരിക്കും. ഓക്കെ. കക്കു. नाम है उसका कक्कू, कक्कू माने कोयल होता, लेकिन ये तो दिन भर रोता, इसीलिए हम इसे चिढ़ाते, कहते इसको सक्कू, नाम है उसका कक्कू. വായിക്കുന്ന ശ്രദ്ധിച്ചില്ലേ? ഒന്നും കൂടി വയ്ക്കോ. नाम है उसका कक्कू, कक्कू माने कोयल होता, लेकिन ये तो दिन भर रोता, इसीलिए हम उसे चिढ़ाते, कहते इसको सक्कू, नाम है उसका कक्कू. ഓക്കെ, ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. നാം ഹൈ ഉസ്ക കക്കു. വായിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വായന തെറ്റാൻ പാടില്ല. വായനക്കാണ് 1ാം സ്ഥാനം. വായന കഴിഞ്ഞതിന് ശേഷം അർത്ഥം. ഓക്കെ, ഇത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വായന തെറ്റാൻ പാടില്ല, അതേപോലെ അർത്ഥവും. നാം ഹൈ ഉസ്ക കക്കു. ഇവൻ്റെ ഈ കുട്ടിയുടെ പേര് എന്താണ്? നാം പേര്, ഹൈ ആകുന്നു, ഉസ്ക ഇവൻ്റെ, ഉസ്ക അവൻ്റെ, ഇസ്ക ഇവൻ്റെ, ഉസ്ക അവൻ്റെ, കക്കു കക്കു എന്നാകുന്നു. നാം ഹൈ ഉസ്ക അവൻ്റെ പേരാകുന്നു, കക്കു കക്കു എന്നാകുന്നു. കക്കു എന്ന് പറഞ്ഞെങ്കിൽ വേറൊരു അർത്ഥം കൂടി ഉണ്ട് ഹിന്ദിയിൽ. എന്താണ്? കുയില്, കോയൽ. കുയിലിനും കൂടി നമ്മൾ എന്ത് പറയലുണ്ട്? കക്കു എന്ന് പറയലുണ്ട്. കക്കു മാനെ കോയൽ ഹോത്ത. കക്കു മാനെ, കക്കു എന്നതിൻ്റെ മാനെ അർത്ഥം. മായനാന്നറിയില്ല നമ്മൾ അറബി, അത് തന്നെയാണ് ഇത്. മാനെ അർത്ഥം. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതി വെക്കണം ഒന്നിച്ച് തന്നെ. ഓക്കെ. ഹിന്ദി ആകുമ്പോൾ കുറച്ച് സ്ലോ ഉണ്ടാവില്ലേ? ഏതായാലും സ്ലോ ആയാലും കുഴപ്പമില്ല. മെല്ലെ ഒന്ന് ഹിന്ദിയിൽ ഇതേപോലെ എഴുതിയിട്ട് നോക്കിയിട്ട് എഴുതിയിട്ട് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ എഴുതണം. കക്കു മാനെ, കക്കു എന്നതിൻ്റെ മാനെ, മാനെ അർത്ഥം. കോയൽ ഹോത്ത, കുയില് എന്ന് ആകുന്നു. കോയൽ കുയില്, കോയൽ കുയില്. ഹോത്ത ആകുന്നു, ഹോത്ത ആകുന്നു. കോയൽ ഹോത്ത കുയില് ആകുന്നു, കുയില് എന്നാകുന്നു. ഓക്കെ. ലേക്കിൻ ഏത്തോ ദിൻഭർ റോത്ത. പക്ഷേ ലേക്കിൻ കുയിലിൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ്? എല്ലാ സമയത്തും പാട്ട് പാടുക, സന്തോഷത്തോടെ പാട്ട് പാടലും ആളുകളെ സന്തോഷിപ്പിക്കലുമാകുന്നു. പക്ഷേ കക്കു എന്നു പേരുള്ള ഈ കുട്ടിൻ്റെ സ്വഭാവം എന്താണ്? ലേക്കിൻ പക്ഷേ, ഏത്തോ ദിൻഭർ റോത്ത, ഏത്തോ ഇവനാണെങ്കിൽ, ഏത്തോ ഇവനാണെങ്കിൽ, ദിൻഭർ റോത്ത ദിവസം മുഴുവനും, റോത്ത കരയുകയാണ്. ദിൻഭർ ആണെങ്കിൽ ദിവസം മുഴുവനും, ത്രൂ ഔട്ട് ദ ഡേ. ദിൻഭർ ദിവസം മുഴുവനും, റോത്ത കരയുന്നു, റോത്ത കരയുന്നു. ഓക്കെ, റോത്ത കരയുന്നു. ഇസീലിയെ ഹം ഇസേ ചിടാത്തെ. ഇസീലിയെ ഇക്കാരണത്താൽ, ഇസീലിയെ ഇക്കാരണത്താൽ, ഹം നമ്മൾ, ഇസേ ഇവനെ, ചിടാത്തെ പരിഹസിക്കുന്നു, ചിടാത്തെ പരിഹസിക്കുന്നു, ചിടാത്തെ പരിഹസിക്കുന്നു. ഇസീലിയെ ഇക്കാരണത്താൽ, ഹം നമ്മൾ, ഇസേ ഇവനെ, ചിടാത്തെ പരിഹസിക്കുന്നു. കഹ്തെ ഇസ്കോ ഇവനെ നാം പറയുന്നു. കഹ്തെ പറയുന്നു. കഹ്തെ കഹ്ന പറയുക അല്ലെങ്കിൽ വിളിക്കുക അല്ലേ? കഹ്തെ ഇസ്കോ ഇവനെ നാം പറയുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു. സക്കു സക്കു എന്ന് വിളിക്കുന്നു. സക്കു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കരയുന്നവൻ എന്നാണ്. സക്കു പറഞ്ഞെങ്കിൽ കരയുന്നവൻ, കരയുന്നവൻ. സക്കു കരയുന്നവൻ എന്ന് വിളിക്കുന്നു. ശരിക്കും ഇവൻ്റെ പേര് കക്കു എന്നാണ്. ഇവനെ നമ്മൾ സക്കു എന്ന് വിളിക്കുന്നു. നാം ഹൈ ഉസ്ക കക്കു അവൻ്റെ പേരെന്ത് തന്നെയാണ്? കക്കു എന്നാകുന്നു. ഓക്കെ അല്ലേ? ഒന്നും കൂടി വായിക്കാം. നാം ഹൈ ഉസ്ക കക്കു, കക്കു മാനെ കോയൽ ഹോത്ത, ലേക്കിൻ ഏത്തോ ദിൻഭർ റോത്ത, ഇസീലിയെ ഹം ഇസെ, ഇസീലിയെ ഹം ഇസെ ചിടാത്തെ, കഹ്തെ ഇസ്കോ സക്കു, നാം ഹൈ ഉസ്ക കക്കു. ഇനി അടുത്ത പേര്, അടുത്ത പേജ്. कोयल माने मिस्री जैसी, मीठी जिसकी बोली, ये तो जाता भड़क करो जब इससे तनिक टिटोली, इसीलिए तो कभी कभी हम कहते इसको बक्कू, नाम है उसका कक्कू. ओके, നോക്കിയോ. कोयल माने मिस्री जैसी, मीठी जिसकी बोली. कोयल माने मिस्री जैसी, മീട്ടി ജിസ്കി ബോലി. അർത്ഥം നോക്കിയോ. കോയൽ, കോയൽ മാനെ അർത്ഥമാക്കുന്നത്, കോയൽ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് മിസിരി ജൈസി. മിസിരി പറഞ്ഞെങ്കിൽ മധുരമുള്ള ഒരു പലഹാരം,
മധുരമുള്ള ഒരു പലഹാരം. സാധാരണ കൽക്കണ്ടമില്ലേ, കൽക്കണ്ടം പോലത്തെ ഒരു പലഹാരം. എന്തുവാട്ടെ മാനെ കോയൽ. കോയൽ എന്ന് പറഞ്ഞാൽ മാനെ, അതിൻ്റെ അർത്ഥം മിശ്രി ജയ്സി, നല്ല മധുരമുള്ള പലഹാരം പോലെ. ജയ്സി പറഞ്ഞെങ്കിൽ പോലെ. ജയ്സി നമ്മൾ ഉറുദുവിലെല്ലാം ഇങ്ങനെ തന്നെ അല്ലേ, അതേ അർത്ഥമാണ്. ജയ്സി പോലെ. മീട്ടി ജിസ്കി ബോലി, മീട്ടി മധുരമുള്ളതാണ്. മീട്ടി പറഞ്ഞെങ്കിൽ മധുരമുള്ളതാണ്. മീട്ടി മധുരമുള്ളതാണ്. ജിസ്കി ബോലി അതിൻ്റെ, കുയിലിൻ്റെ, ബോലി സംസാരം. ശരിക്കും കുയിലിൻ്റെ സംസാരം എന്താണ്? വളരെ കൽക്കണ്ടം പോലെ നല്ല മധുരിതമായതാണ്, മധുരിതമാണ്. കോയൽ കുയിൽ. മാനെ അതിൻ്റെ അർത്ഥം മിശ്രി ജയ്സി, എന്ത് നല്ല കൽക്കണ്ടം പോലത്തെ. മീട്ടി മധുരിക്കുന്നതാണ്. ജിസ്കി ബോലി അതിൻ്റെ സംസാരം. ബോലി സംസാരം, ജിസ്കി അതിൻ്റെ, മീട്ടി മധുരമുള്ളത്. ഓക്കെ, മിശ്രി മധുരമുള്ള ഒരു പലഹാരം. കോയൽ കുയിൽ നേരത്തെ എഴുതി അല്ലേ. ശരിക്കും കുയിൽ മധുരമുള്ള സംസാരമാണ്. പക്ഷേ ഏത്തോ ജാത്ത ബടക്ക്, ഏത്തോ ഇവനാണെങ്കിൽ, ഈ കുട്ടിയാണെങ്കിൽ, ഏത്തോ ജാത്ത ബടക്ക്. ജാത്ത ബടക്ക് ആണെങ്കിൽ തർക്കിച്ചു കൊണ്ടിരിക്കും. ജാത്ത ബടക്ക് തർക്കിച്ചു കൊണ്ടിരിക്കും. ജാത്ത ബടക്ക് തർക്കിച്ചു കൊണ്ടിരിക്കും. കരോ ജബ് ഇസിസെ തനിക്ക് ടിറ്റോലി. കരോ ജബ് എപ്പോഴെങ്കിലും ചെയ്താൽ. കരോ ജബ് എപ്പോഴെങ്കിലും ചെയ്താൽ. ഇസിസെ ഇവനോട്. തനിക്ക് പറഞ്ഞെങ്കിൽ ചെറിയ, തനിക്ക് ചെറിയ. ടിറ്റോലി തമാശ. ടിറ്റോലി തമാശ. ആരെങ്കിലും ഇവനോട് എന്തെങ്കിലും ചെറിയൊരു തമാശ ചെയ്താൽ തന്നെ ഇവൻ എന്താക്കും? തർക്കിച്ചു കൊണ്ടിരിക്കും. ഏത്തോ ഇവനാണെങ്കിൽ ജാത്ത ബടക്ക് തർക്കിച്ചു കൊണ്ടിരിക്കും. കരോ ജബ് എപ്പോഴെങ്കിലും ചെയ്താൽ. ഇസിസെ ഇവനോട്. തനിക്ക് ചെറിയ. ടിറ്റോലി തമാശ. ഇസീലിയെ ഇക്കാരണത്താൽ. ഇസീലിയെ തോ കബി കബി ഹം. ഇസീലിയെ ഇക്കാരണത്താൽ തന്നെ. ഇസീലിയെ തോ ഇക്കാരണത്താൽ തന്നെ. കബി കബി ചിലപ്പോഴൊക്കെ. ഹം ഞങ്ങൾ. കഹ്തെ ഇസ്കോ ഇവനെ പറയുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു. ബക്കു എന്തെന്ന്? ബക്കു എന്ന് വിളിക്കുന്നു. ബക്കു എന്ന് പറഞ്ഞെങ്കിൽ തർക്കിക്കുന്നവൻ അർത്ഥം. ബക്കു എന്ന് പറഞ്ഞെങ്കിൽ തർക്കിക്കുന്നവൻ. ബക്കു തർക്കിക്കുന്നവൻ. നാം ഹേ ഉസ്ക കക്കു. ശരിക്കും ഇവൻ്റെ പേരെന്താ തന്നെയാണ്? കക്കു എന്നാണ്. പക്ഷെ ഇവനെ ഞങ്ങൾ എന്ത് വിളിക്കും? ബക്കു എന്ന് വിളിക്കും. കാരണം ഇവന് തർക്കിക്കുന്നവൻ അല്ലേ. ഓക്കെ, ഫസ്റ്റ് പേജിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇവനെ സക്കു എന്ന് വിളിക്കും എന്ന് പറഞ്ഞു അല്ലേ. കാരണം എപ്പോഴും കരയുന്നവൻ. അടുത്ത പേജ് നോക്കാം. വായിക്കാം. കക്കു വോ ജോ ഗാന ഗായെ. कक्कू वो जो गाना गाए, बात बात में जो छिड़ जाए, रहता मुँह जो सदा फुलाए, गाना जिसको ज़रा न आए, ऐसे जगडालू को अब से क्यों न कहे हम जक्कू, नाम है उसका कक्कू. കക്കു അർത്ഥം നോക്കുക. കക്കു വോ ജോ ഗാനെ ഗായെ. കക്കു എപ്പോഴെങ്കിലും ഒരു പാട്ട് പാടിയാൽ. കക്കു വോ ജോ അവൻ. ജോ ഗാന ഗായെ എന്തെങ്കിലും പാട്ട് പാടിയാൽ. ബാത്ത് ബാത്ത് മേമ്പെ ജോ ചിഡ് ജായേ. ബാത്ത് മേം ഓരോ സംസാരത്തിലും, ഓരോ ബാത്തിലും, ഓരോ കലിമത്തിലും, സംസാരത്തിലും. ജോ അവൻ എന്താവും? ചിഡ് ജായേ എന്താവും? ബുദ്ധിമുട്ടും. ചിഡ്ജാന ബുദ്ധിമുട്ടുക. ചിഡ്ജാന ബുദ്ധിമുട്ടാവുക, ബുദ്ധിമുട്ടുക. ചിഡ്ജാന ബുദ്ധിമുട്ടുക. അതിന് പാട്ട് പാടിയാൽ തന്നെ ഓരോ കലിമത്തിലും, ഓരോ ബാത്തിലും, സംസാരത്തിലും ബുദ്ധിമുട്ടും. രഹ്ത മുഹ് ജോ സദാ ഫുലായെ. രഹ്ത അവൻ നിൽക്കും. രഹ്ത അവൻ നിൽക്കും, താമസിക്കും. മുഹ് പറഞ്ഞെങ്കിൽ മുഖം. ഇതിന് എങ്ങനെ നോക്കിയോ? മൂ കഴിഞ്ഞിട്ട് മീത്തൊരു അറബിയിലെ നൂന് പോലത്തെ ഒരു സാധനം ഉണ്ട്, മുഹ് അല്ലേ. വായിക്കുന്നത് മുഹ് എന്നാണ്. മുഹ്. രഹ്ത മുഹ് മുഖം. ജോ സദാ എങ്ങനെയുള്ള മുഖം? സദാ. സദാ പറഞ്ഞെങ്കിൽ മലയാളത്തിലുള്ള സദാ എപ്പോഴും. ഫുലായെ വീർപ്പിച്ചു കൊണ്ട് നിൽക്കും. മുഖം എപ്പോഴും വീർപ്പിച്ചുകൊണ്ട് നിൽക്കും. രഹ്ത മുഹ് ജോ സദാ ഫുലായെ മുഖമാണെങ്കിൽ എപ്പോഴും വീർപ്പിച്ചുകൊണ്ടേ നിൽക്കും. ഓക്കെ. ഗാന ജിസ്കോ സറ ന ആയേ. ഗാന പാട്ടാണെങ്കിൽ. ജിസ്കോ അവനിക്ക്. സറ അല്പം പോലും ന ആയേ വരികയില്ല. സറ അല്പം പോലും ന ആയേ വരികയില്ല. ഐസെ ജഗ്ഡാലു കോ അബ്സെ ഇങ്ങനെയുള്ള വഴക്കാളിക്ക്. ജഗ്ഡാലു പറഞ്ഞെങ്കിൽ വഴക്കാളി. ഐസെ ഇങ്ങനെയുള്ള. ജഗ്ഡാലുക്കോ വഴക്കാളിക്ക്. അബ്സെ ഇനി മുതൽ. ക്യോന കഹെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, വിളിച്ചുകൂടാ. ഹം നമ്മൾ. ജക്കു എന്ന് എന്തുകൊണ്ട് വിളിച്ചുകൂടാ? ജക്കു വഴക്കാളി അല്ലേ. ഈ ജഗ്ഡാലുക്ക് ഈ വഴക്കാളിക്ക് എന്തുകൊണ്ട് നമ്മൾ ജക്കു എന്ന് വിളിച്ചുകൂടാ? നാം ഹേ ഉസ്ക കക്കു അവൻ്റെ ശരിക്കുള്ള പേരെന്ത് തന്നെയാണ്? കക്കു എന്നാണ്. ഓക്കെ അല്ലേ.
വരി ഒന്നും കൂടി നോക്കോ. കക്കു വോ ജോ ഗാന ഗായെ ബാത്ത് ബാത്ത് മേ ജോ ചിട് ജായെ रहता मुँह जो सदा फुलाए गाना जिसको जरा न आए ऐसे जग डालू को अब से क्यों न कहे हम जक्कू नाम है उसका कक्कू. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ എഴുതിയിട്ട് കാണിക്കുക. പിന്നെ വീണ്ടും 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 വായിക്കുക, അർത്ഥം വെക്കുക, വളരുക, വായിക്കുക, വളരുക. പിന്നെ അർത്ഥം എഴുതിയതിനു ശേഷം നോട്ട് ബുക്കിൻ്റെ എഴുതിയ ഭാഗങ്ങൾ എനിക്ക് അയച്ചു തരണം. അത് പീരീഡ് കഴിയുമ്പോൾ തന്നെ അയച്ചു തരണം. പിന്നെ ഹാജറിന് പ്രസൻ്റ് ഇടൽ മാത്രമല്ല, ഇതും കൂടി പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാ. പിന്നെ ഹിന്ദിക്ക് എന്ത് എക്സ്ട്രാ അസൈൻമെൻ്റ് ഒന്നും തരൂല, പ്രൊജക്റ്റ് ഒന്നും തരൂല. ഇതിലുള്ള സാധനം തന്നെ കൃത്യമായിട്ട് അയച്ചു തന്നാൽ തന്നെ അതിൻ്റെ CC മാർക്ക് കിട്ടും. അപ്പോൾ ഒന്നും വിടാതെ എന്താക്കുക, അയച്ചു തരിക. ഇനി വേണമെങ്കിൽ ഇതൊന്ന് ഈണത്തിൽ പാടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ലിങ്കെല്ലാം അയച്ചു തരാം വേണമെങ്കിൽ ഇൻഷാ അല്ലാ. ഈ പാഠം കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങൾ സൗകര്യം പോലെ ഒന്ന് കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.